ഹലോ നമസ്കാരം കൂട്ടുകാരെ, നിങ്ങൾ 18 വയസ്സിനും 26 വയസ്സിനും ഇടയിലുള്ളവരാണോ? നിങ്ങൾ +2 പാസ്സായവരാണോ? നിങ്ങൾ ഒരു വനിതയാണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കേരള വുമൻ പോലീസ് കോൺസ്റ്റബിൾ വേക്കൻസിയുടെ കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കേരള പോലീസിൽ പുതിയതായി വന്നിട്ടുള്ള വനിതാ പോലീസ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റിലേക്ക് ജനുവരി 14 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. വനിതാ പോലീസ് ബറ്റാലിയനിലേക്ക് സംസ്ഥാന തലത്തിൽ പ്രതീക്ഷിത ഒഴിവുകളാണുള്ളത്. ഉദ്യോഗാർത്ഥികൾക്ക് കേരള PSC വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈൻ അപേക്ഷ നൽകണം. +2 യോഗ്യതയിൽ യൂണിഫോം ജോലി നേടാനുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ അവസരമാണിത്. അപ്പൊ ഈ ഒരു അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. നിങ്ങൾ 18 വയസ്സിനും 26 വയസ്സിനും ഇടയിലുള്ള ഒരു വനിതയാണെങ്കിൽ, നിങ്ങൾ +2 പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. കേരള പോലീസിൽ വേക്കൻസിയാണ്, കേരള പോലീസ് ബറ്റാലിയനിലെ വേക്കൻസിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് മഹിളകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ഇടുന്നത്. അപ്പൊ ഈ ആണുങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ധരിക്കുക. ഈ ഒരു വേക്കൻസി വന്നപ്പോഴത്തേക്ക് അത് വനിതകളുമായിട്ട് ഷെയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നിങ്ങളപ്പം തീർച്ചയായിട്ടും അപ്ലൈ. വളരെ നല്ല വേക്കൻസിയാണ്, കേരളത്തിലെ വേക്കൻസിയാണ്, കേരള പോലീസ് ബറ്റാലിയന്റെ വേക്കൻസിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റ് ആൾറെഡി സ്റ്റാർട്ടഡ് ആണ്. ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് 14 ജനുവരി, ഈ മാസം 14 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. സമയം കുറച്ചേ ഉള്ളൂ. വുമൺ പോലീസ് കോൺസ്റ്റബിളിന്റെ പോസ്റ്റാണ്. ഓർഗനൈസേഷൻ കേരള പോലീസാണ്. കാറ്റഗറി നമ്പർ 550/2025. സാലറി നിങ്ങൾക്ക് 31,100 തൊട്ട് 66,800 വരെ പെർ മന്ത് നിങ്ങൾക്ക് കിട്ടും. ഏജ് മിനിമം 18 വയസ്സായിരിക്കണം, മാക്സിമം 26 വയസ്സായിരിക്കണം. നിങ്ങളുടെ ഏജ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 2/1/1999 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം നിങ്ങളുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. വളരെ നല്ലൊരു അവസരമാണ്. കേരള പോലീസിൽ വർക്ക് ചെയ്യുവാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ 10+2 ആണ്. നിങ്ങൾക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡിൽ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ഹൈറ്റ് നിങ്ങളുടെ 157 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. SC STക്ക് 150 സെന്റിമീറ്റർ മതി. SC STക്ക് കൺസിഡറേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് 150 സെന്റിമീറ്റർ മതി. ഫിസിക്കൽ എഫിഷ്യൻസി, നിങ്ങളുടെ ഫിസിക്കൽ എഫിഷ്യൻസി എന്തൊക്കെയായിരിക്കണം? 1 സ്റ്റാർ ബേസിക്കിലാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ നിശ്ചയിക്കുന്നത്. നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി 8 കാര്യങ്ങളിൽ ഉണ്ട്. ആ 8 കാര്യങ്ങളിൽ നിങ്ങൾ 5 കാര്യങ്ങളിൽ നിങ്ങൾ ക്വാളിഫൈ ആയാൽ ഈ ജോലി നിങ്ങൾക്കുള്ളതാണ്. ഒന്നാമത്തെ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്ന 100 മീറ്റർ നിങ്ങൾ ഓടണം. ഈ 100 മീറ്റർ നിങ്ങൾ 17 സെക്കൻഡ് കൊണ്ട് ഓടണം. ഹൈ ജമ്പ് ഉണ്ട്. 1.06 മീറ്റർ നിങ്ങൾ ഹൈ ജമ്പ് ചാടിയിരിക്കണം. 3 ലോങ് ജമ്പ് ഉണ്ട്. അത് 3.05 മീറ്റർ ആണ്. പുട്ടിംഗ് ദ ഷോട്ട് ഉണ്ട്. അത് 4 kgയുടെയാണ്. നിങ്ങൾ 4.88 മീറ്റർ നിങ്ങൾ അത് എറിഞ്ഞിരിക്കണം. 200 മീറ്ററിന്റെ ഉണ്ട്. 36 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ 200 മീറ്റർ ഓടണം. ത്രോ ബോൾ എറിയുന്ന എന്ന് വേണമെങ്കിൽ പറയാം, എനിക്കറിയത്തില്ല ഇതെങ്ങനെയാ പറയുന്നത്. 14 മീറ്റർ നിങ്ങൾ എറിയണം, ബോൾ എറിയണം. ഷട്ടിൽ റേസ് ഉണ്ട്. 25x4 മീറ്റർ 26 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ ചെയ്യണം. സ്കിപ്പിംഗ് ഉണ്ട്. 1 മിനിറ്റ് 80 ടൈം നിങ്ങൾ ചെയ്യണം. അപ്പൊ ഇത്രയും ഈ 8 കാര്യങ്ങളുണ്ട്. ഈ 8 കാര്യങ്ങളിൽ നിങ്ങൾ ഏതെങ്കിലും 5 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ, ഈ കാണുന്ന ഞാൻ ഈ പറഞ്ഞ 8 കാര്യങ്ങളിൽ 5 കാര്യങ്ങളിൽ നിങ്ങൾ ക്വാളിഫൈ ആയാൽ, നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റ് ക്വാളിഫൈ ആയാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ആണ്. കേരള PSC വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ആ PSC വഴി എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ആ PSCയുടെ ആ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ തന്നിട്ടുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക്, അപ്പം ഈ ഒരു വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇത് PSCയുടെ വെബ്സൈറ്റ് ആണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇതിന്റെ ലിങ്ക് ഞാൻ ഈ ഒരു വെബ്സൈറ്റിന്റെ PSC വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ അവിടുന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു പേജിലേക്ക് വരും. അപ്പൊ ഈ പേജ് നിങ്ങൾ ശ്രദ്ധിച്ചോണം.
ഇവിടെ നേരത്തെ നിങ്ങൾ PSC വഴി അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസർ ID പാസ്വേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ യൂസർ ID കൊടുത്ത് ഇവിടെ പാസ്വേഡ് കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാം. അപ്പൊ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ പല നോട്ടിഫിക്കേഷൻ കാണുമായിരിക്കും. അതിൽ നിങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ, കേരള പോലീസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഓൺ ചെയ്ത് അതിനകത്തൂടെ നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഇനി നിങ്ങൾ നേരത്തെ PSCയുടെ ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ന്യൂ രജിസ്ട്രേഷൻ സൈനപ്പ് എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരും. ഇവിടെ നെയിം ഇനീഷ്യൽ അറ്റ് ദ എൻഡ്, അതായത് നിങ്ങൾ ഇവിടെ നിങ്ങളുടെ പേര് എഴുതണം. പ്ലീസ് എൻ്റർ യുവർ നെയിം വൺസ് അഗൈൻ. നിങ്ങൾ ആദ്യം നിങ്ങളുടെ പേര് എഴുതി, പിന്നെ രണ്ടാമത് ഇവിടെ കൂടെ പേര് എഴുതണം. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ എഴുതണം. പ്ലീസ് എൻ്റർ യുവർ ഡേറ്റ് ഓഫ് ബർത്ത് വൺസ് അഗൈൻ. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒരിക്കൽ കൂടി എഴുതണം. നിങ്ങളുടെ ജെൻഡർ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ള കാര്യം ഇവിടെ കൊടുക്കണം. ഞാൻ മെയിൽ ആയതുകൊണ്ട് മെയിൽ എടുത്ത് ഇവിടെ നിങ്ങളുടെ ഫാദർ നെയിം കൊടുക്കണം, ഇവിടെ മദർ നെയിം കൊടുക്കണം, ഇവിടെ റിലീജിയൻ കൊടുക്കണം. നിങ്ങളുടെ റിലീജിയൻ ഹിന്ദു ആണോ, ഇസ്ലാം ആണോ, ക്രിസ്ത്യൻ ആണോ, അതർ ആണോ, നോ റിലീജിയൻ ആണോ എന്നുള്ള കാര്യം ഇവിടെ കൊടുക്കണം. ഞാൻ ഹിന്ദു ആയതുകൊണ്ട് ഹിന്ദു എടുത്ത് ഇനി നിങ്ങളുടെ കാസ്റ്റ് ഏതാണെന്ന് ഇവിടെ കൊടുക്കണം. ഇവിടെ നോക്കണം. ഫോർവേഡ് കാസ്റ്റ് ഉണ്ട്, ഈഴവയുണ്ട്, വിശ്വകർമ്മയുണ്ട്, ദിവാരയുണ്ട്, നന്ദാർ, ബാക്കിവേഡ് കാസ്റ്റൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഏതാണെന്ന് വെച്ചാൽ ഈ നിങ്ങൾ വിശ്വകർമ്മ എന്ന് കേട്ട് കാണും. വിശ്വകർമ്മ നമ്മുടെ കേരളത്തിലില്ല, ഇത് പുറത്താ. പക്ഷെ ഇതിനകത്തും കാണുന്നത് വിശ്വകർമ്മ എന്ന്. എനിക്കറിയത്തില്ല കേരളത്തിൽ വിശ്വകർമ്മ എന്ന് പറഞ്ഞൊരു കാസ്റ്റ് ഉണ്ടോ, അറിയില്ല. ഏതായാലും ഞാൻ വിശ്വകർമ്മ എടുത്ത്. കാസ്റ്റ് ഇവിടെ ഉണ്ട്, സബ് കാസ്റ്റ് ചോദിക്കുന്നുണ്ട്. സബ് കാസ്റ്റ് തന്നെ ഇവിടെ ഒരുപാടുണ്ട്. നിങ്ങൾ ഏത് സബ് കാസ്റ്റിൽ ഏതിലാ വരുന്നത് നിങ്ങൾക്കറിയാം. അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾ എടുക്കുക. നിങ്ങൾ ഏതാണ് ആ ഒരു സബ് കാസ്റ്റ് നിങ്ങളുടെ ഏതാണെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിത് സെലക്ട് ചെയ്ത് നിങ്ങൾ നോക്കണം നിങ്ങളുടെ ഏതായിരിക്കണം നിങ്ങളുടെ സബ് കാസ്റ്റ് എന്നുള്ളത്. ഇവിടെ നിങ്ങളുടെ ഐ ഡി പ്രൂഫ് ഏതാണെന്ന് ഇവിടെ പലതും കൊടുത്തിട്ടുണ്ട്. ആധാർ നിങ്ങൾക്ക് എടുക്കാം, അക്കൗണ്ട് നമ്പറോ നാഷണൽ ഇൻഷുറൻസ് ഷെഡ്യൂൾ ബാങ്കിന് നിങ്ങൾക്ക് എടുക്കാം, കോൺട്രാക്ടർ ലൈസൻസ് എടുക്കാം, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം, സെൻട്രൽ എംപ്ലോയീസിന്റെ ID ഉണ്ടെങ്കിൽ അത് എടുക്കാം. അപ്പൊ ഇത് വോട്ടർ ID ഉണ്ട് നിങ്ങൾക്ക്, അത് എടുക്കാം. അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾ എടുക്കുക. ID പ്രൂഫിൽ ഞാൻ ആധാർ കാർഡ് എടുത്ത് ID പ്രൂഫ് ഡീറ്റെയിൽ, അതിന്റെ ആ ആധാർ കാർഡിന്റെ നമ്പർ നിങ്ങൾ ഇവിടെ കൊടുക്കണം. അതാണ് ഡീറ്റെയിൽ. ആധാർ നമ്പർ ഇഫ് അവൈലബിൾ ഇവിടെ കൊടുക്കണം. നിങ്ങൾ ഇമെയിൽ ID നിങ്ങളുടെ കൊടുക്കണം. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, പ്ലീസ് എൻ്റർ യുവർ ഇമെയിൽ ID വൺസ് അഗൈൻ. നിങ്ങൾ ഒരു പ്രാവശ്യം ഇമെയിൽ ID എഴുതിയിട്ട് വീണ്ടും നിങ്ങൾ ഇമെയിൽ ID ഇവിടെ കൊടുക്കണം. നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കണം, വീണ്ടും മൊബൈൽ നമ്പർ കൊടുക്കണം. നിങ്ങൾ ഈ സെൻഡ് OTP ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇത് രണ്ടും വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മുന്നോട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ആ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നിങ്ങൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യുക. അപ്പം കേരള ഗവൺമെന്റിന്റെ വേക്കൻസിയാണ്, കേരള പോലീസ് ബറ്റാലിയന്റെ വേക്കൻസിയാണ്. നിങ്ങൾക്ക് വളരെ ഉപകരിക്കുന്ന വേക്കൻസിയാണ്. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.